എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണ്. നോമ്പ് തുറക്കായിട്ടോ ഡിന്നറിനൊക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റൊട്ടിയും കിട്ടില്ല ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1/3 കപ്പ് എന്ന് പറയുമ്പം 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. നമ്മൾ സാധാരണ അളവെടുക്കുന്ന ഒരു കുഴിയുള്ള വലിയ ടേബിൾ സ്പൂൺ ഇല്ലേ, ആ ഒരു ടേബിൾ സ്പൂണിലാണ് കേട്ടോ 5 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ചൂട് കൂടിയും പോകരുത്, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഏകദേശം ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കണ്ടില്ല ഈസ്റ്റ് നന്നായിട്ട് നമുക്ക് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ ഇതുപോലെ കറക്റ്റ് വടിച്ച് 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുഴച്ചിട്ട് എടുക്കേണ്ടത് പാലിലാണ്. പാലും ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പാലിന്റെ ആവശ്യം നമുക്ക് വരില്ല. കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാട്ടോ എനിക്ക് എത്രത്തോളം പാൽ ആവശ്യമായിട്ട് വന്നെന്ന്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല സോഫ്റ്റാക്കി ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കുക. നല്ല സോഫ്റ്റാക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരുപാട് ഓവർ സോഫ്റ്റ് ആയി പോകരുത്. അങ്ങനെ വന്നാൽ നമുക്കിത് പരത്തിയെടുക്കാനൊക്കെ പ്രയാസമാകും. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കി തന്നെ ഈ ഒരു മാവ് നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നല്ല സോഫ്റ്റ് ആക്കി ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള പാലാണ് എടുത്തത്. അത്രയും പാൽ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഇതുപോലെ കുറച്ച് പാൽ ഇവിടെ മിച്ചം വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് കവർ ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെ കവർ ചെയ്ത് ഈ ഒരു മാവ് നല്ല ഡബിളായി കിട്ടുന്ന വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ടൈം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുത്തുനിന്ന് വരിക്കും. ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വരുന്ന ഒരു സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പാസ്ലി ലീവ്സ് ആണ്. ഇതിപ്പോൾ നമുക്ക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരം നമുക്ക് മല്ലിയില വേണമെങ്കിലും എടുക്കാം. ഇതിന്റെ ആ ഒരു തണ്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇല മാത്രം നമുക്ക് തിരപ്പൊടിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ തിരപ്പൊടിയായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവിന് നമ്മളിട്ട് കൈകൊണ്ട് ഒരുപാട് കുഴക്കൊന്നും ചെയ്യരുത്. ഈ ഒരു മാവ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒരു പീസ് ഏകദേശം ഒരേ അളവിൽ ഇതുപോലെ 3ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ബോൾ പരുവത്തിൽ നമ്മളൊന്ന് ഉരുട്ടി വെക്കുക. ഏത് പാത്രത്തിലാണോ നമ്മൾ ഇതുപോലെ ഉരുട്ടി വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മാവും ഇതുപോലെ 3 എണ്ണമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, 6 എണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരത്താൻ എടുക്കുന്ന മാവ് ഒഴിച്ച് ബാക്കി നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലക്കയിലോ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് തീരെ നൈസായിട്ട് പരത്തിയിട്ടെടുക്കരുത്. ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് റൗണ്ട് ആക്കി അത്യാവശ്യം ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടി ഉണ്ടായിരിക്കണം നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം.
പാൻ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഓയിലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഒട്ടും ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ വേണം നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും നമ്മൾ 2-3 തവണ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് കട്ടിക്കല്ല പരത്തിയത്, അപ്പോൾ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതുപോലെ നന്നായി കുക്കായി വന്നാൽ ഈ ഒരു ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാഴ്സലി ലീവ്സിൻ്റെയും ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു മിക്സിൽ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വെറുതെ തുറന്ന് വെക്കരുത്. ഒരു കിച്ചൺ ടൗളിൽ വെച്ചിട്ട് നമ്മളിത് കവർ ചെയ്ത് വെക്കണം. എങ്കിലാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടർക്കിഷ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുഗളായി ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 കിലോ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 1 കിലോ. കറക്റ്റ് 1 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് നമുക്ക് ചെറിയ ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ ചിക്കൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ചെറിയതായിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു 3/4 ഭാഗത്തോളൊന്ന് വേഗം വേണം, പുറമെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞും കിട്ടണം. അപ്പോൾ ഇതുപോലൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ നമുക്ക് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളൊന്ന് കുക്കായാൽ മതി. ബാക്കി നമ്മൾ ലാസ്റ്റത്തേക്ക് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരിവായിട്ട് വന്നാൽ ഈ ഒരു ചിക്കൻ നമുക്കിനി എണ്ണക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ തിരി പൊടിയായിട്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു സവാള നന്നായിട്ട് ഇളക്കി സവാള നമുക്ക് നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് അങ്ങ് വഴണ്ട മാത്രം പോരാ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടുന്നതിന് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ കിട്ടുമ്പോഴാണ് ഈ ഒരു കറിയുടെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. സവാള ഈ ഒരു പരിവായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തിരി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവ മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഒരുപാടങ്ങ് എരിവുണ്ടാവത്തില്ല. ഇനി നിങ്ങൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ടീസ്പൂൺ ആണ്, വലിയ ടേബിൾ സ്പൂൺ അല്ല. ചെറിയ ടീസ്പൂണിൽ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചെറിയൊരു ടീസ്പൂണിൽ തന്നെ ഒരു 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറി വരുന്നതിന് വരെ നന്നായിട്ട് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്താണ്. തീരെ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 1 എണ്ണം മാത്രം മതി. അപ്പോൾ ഈ ഒരു തക്കാളി ഇതുപോലെ അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇനി മാറ്റി കൊടുക്കാട്ടോ തീയ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. തക്കാളിയുടെ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി കിട്ടണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്ത് ആ ഒരു തക്കാളിയുടെ ഒരു പച്ചച്ചുവ പൂർണ്ണമായിട്ട് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ചിക്കനും കൂടി ചേർത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി ആ ഒരു ഓയിലൊക്കെ അത്യാവശ്യം ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 25ഓളം കാഷ്നട്ട് ഞാൻ ഒരു 20 മിനിറ്റോളം നല്ല ചൂട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു കാഷ്നട്ട് നമുക്ക് ഈ ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് മാറ്റി ആ ഒരു കുതിർത്ത വെള്ളം കൊണ്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുത്ത ഈ ഒരു കാഷ്നട്ടിൻ്റെ ഒരു പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുഗളായി ചിക്കനിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് തൈരാണ് കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂൺ തൈര് ഇതുപോലെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ ഒരു കട്ടകളൊന്ന് ഉടച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 6 ടേബിൾ സ്പൂൺ ഇതുപോലെ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു കാഷ്യൂ പേസ്റ്റും ആ ഒരു തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. അത്യാവശ്യം ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 1.25 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു 6-7 ചെറിയ പച്ചമുളക് നെടുകെ കീറിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റോളം നമുക്ക് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ പൂർണ്ണമായിട്ടും വെന്തിട്ടില്ലല്ലോ, അപ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. 15 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. അത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇതുപോലെ 2 നുള്ളു ഗരം മസാലയും കൂടെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉപ്പ് മാത്രമല്ല എല്ലാ ചേരുവകളും കറക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ ഈ മുഗളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചിക്കൻ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഒരു തവണ നമ്മൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.